എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? എനിക്ക് രാഹുൽ ദാസുമായിട്ട് യാതൊരു വ്യക്തിപരമായ വൈരാഗ്യങ്ങളും ഒന്നും തന്നെയില്ല. കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസിനും ഋതുൽ ദാസിനും അവകാശപ്പെട്ട വീടിന് മുമ്പിലാണ് നിൽക്കുന്നത്. അത് അവരുടെ വീടാണ്, അവരവിടെ സന്തോഷമായി ജീവിക്കട്ടെ. സോഷ്യൽ മീഡിയ ആണ് ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഞാനും രാഹുൽ ദാസുമായിട്ട് വ്യക്തിപരമായിട്ട് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല, ഒരു പ്രശ്നങ്ങളുമില്ല. വ്യക്തിപരമായിട്ട് ഞാൻ ഇന്ന് വരെ ആകെ 2 വട്ടമേ രാഹുൽ ദാസിനെ കണ്ടിട്ടുള്ളൂ. സോഷ്യൽ മീഡിയ ആണ് ഇഷ്യൂസ് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അഥവാ ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ വന്ന് പറയാണ്, എന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ പപ്പ തങ്കച്ചൻ PG, അതായത് ഋതുൽ ദാസിനെ തങ്കച്ചൻ PG അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചനോ അല്ലെങ്കിൽ എന്റെ ചേച്ചി രമ്യ ലിബുവിനെയോ അല്ലെങ്കിൽ ലിബു എന്റെ ചേട്ടാപ്പി, ഇവരെ 4 പേരെ അല്ലാതെ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കത്തില്ല. എനിക്കാരും വിശ്വാസമില്ല. എന്റെ കുഞ്ഞിനെ ഋതുൽ ദാസിനെ ഞാൻ ഈ 4 പേരെ മാത്രമേ ഏൽപ്പിക്കത്തുള്ളൂ. എനിക്ക് എന്തെങ്കിലും ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 4 പേരായിരിക്കും എൻ്റെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്വം. ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ്. പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പറയാണ്, എൻ്റെ കുഞ്ഞിനെ അവർ 4 പേരല്ലാതെ വേറെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല എൻ്റെ കുഞ്ഞിനെ. ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണല്ലോ, അപ്പം ഞാൻ മരിക്കും എന്ന് വിധി എഴുതുന്ന കുറച്ച് പേര് എനിക്ക് ചുറ്റുമുണ്ട്. അവരുമായിട്ട് കൂടിച്ചേർന്നാണ് നീക്കങ്ങൾ. അത് ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്. അവന്റെ അമ്മ ഉടനെ മരിക്കും, ഞാൻ ഉടനെ മരിക്കും. പിന്നെ അവനാകെ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ അവകാശം ഞങ്ങൾക്ക് വേണമെന്ന് ഒരു കൂട്ടര്, ഞാൻ ഇന്നത് അറിഞ്ഞു, എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാൻ. ഞാൻ ആരാണെന്ന് എന്താണെന്ന് ഒന്നും പറയുന്നില്ല, ആരെയും കുറ്റപ്പെടുത്താനല്ല ഈ വീഡിയോ. നമ്മുടെ നോബൽ ഫിലിപ്പ് അമ്പലവല്ലി ബിഷപ്പ്, അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. എന്നെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞു. സോ അദ്ദേഹത്തെ ഒരുപാട് പേര് കുറ്റം പറയുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. അദ്ദേഹം എന്തുമാകട്ടെ, എന്നെ പറ്റി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതല്ലാതെ, കുറച്ച് വ്ളോഗേഴ്സ് അത് വലിയ കാര്യത്തിൽ എടുത്തിട്ടുള്ളതല്ലാതെ, ഞങ്ങൾ രണ്ടും ഇന്നീ നിമിഷം വരെ നേർക്ക് നേരെ ഒരു നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ നേർക്ക് നേരെ ഒന്നും ഞങ്ങൾ വിദ്വേഷത്തോടെ പെരുമാറിയിട്ടില്ല അദ്ദേഹത്തോട്. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ് അദ്ദേഹം ഈ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ദൈവ പുരുഷനാണ്. എല്ലാം മറന്നിട്ട് അദ്ദേഹം എനിക്ക് വേണ്ടി, ദൈവമേ ആ കൊച്ചിന്റെ അസുഖം മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വലിയൊരു ദൈവ പുരുഷനാണ്. ദൈവികമായിട്ടുള്ള ചൈതന്യം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം എന്നെ കാണാൻ വന്നതും പ്രാർത്ഥിച്ചത്. ഞാൻ അദ്ദേഹത്തോട് പബ്ലിക്കായിട്ട് ക്ഷമ ചോദിച്ചു, ഇനിയും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹം ഇന്നും വന്ന് പ്രാർത്ഥിച്ചു. എനിക്കതെന്റെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസമാണ്. നിങ്ങൾ അദ്ദേഹത്തെ വെറുതെ കുറ്റം പറയരുത്. അദ്ദേഹം ഒരു വീട് കൊടുത്തെന്നല്ലാതെ അദ്ദേഹം വേറൊരു തെറ്റും ചെയ്തിട്ടില്ല. അതിനു വേണ്ടിയിട്ട് ഒരുപാട് അദ്ദേഹം കേട്ടു. ഈ ഒരു കൊല്ലം സുധീർ 2 മക്കൾക്ക് വീട് കൊടുത്ത ആ ഒരു കുറ്റമല്ലാതെ, അത് കുറ്റം തന്നെ പറയുന്നത്, കാരണം അതുപോലായിരുന്നു പ്രശ്നങ്ങൾ മുഴുവനും. അതോടുകൂടി അദ്ദേഹത്തിന്റെ മനസ്സമാധാനം പോയെന്നാണ് എന്റെ ഒരു വിശ്വാസം. കീമോ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് വയ്യാണ്ടാവും. അന്ന് ഞാൻ കിടന്നുകൊണ്ടാണ് ICU പോകുന്നതിന്റെ തലേന്നൊരു വീഡിയോ ഇട്ടു. അതെടുത്തിട്ട് പിറ്റേന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ അതിനും കുറ്റം. അപ്പൊ ഞാൻ എഴുന്നേക്കാൻ പാടില്ല, ഞാൻ എപ്പോഴും കിടന്നെങ്കിൽ ഞാൻ ഡെഡ് ബോഡി ആകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കിപ്പം മനസ്സിലായി. കാരണം എന്ത് വീഡിയോ ഇട്ടാലും അല്ലെ അവൾ ക്യാൻസർ രോഗിയല്ലേ, അവളൊന്നും സന്തോഷിക്കട്ടെ എന്നല്ല പറയുന്നത്, അവൾ എന്താണ് മരിക്കാത്തതെന്നാണ് ഓർത്തിരിക്കുന്നത്. അപ്പൊ അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. മനുഷ്യരാണ് നമ്മൾ, എപ്പം വേണം നമുക്ക് എന്ത് വേണം സംഭവിക്കാം. ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, രേണുസുധി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നു. കുറച്ച് കാര്യങ്ങളൊന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി, എന്നെ സ്നേഹിക്കുന്നവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ ഇപ്പൊ ഇച്ചിരി സുന്ദരിയായിട്ടിരിക്കുന്നല്ലോ ആണ്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ വിഗൊക്കെ വെച്ച് ഒരു പൊട്ടൊക്കെ തൊട്ട് കമ്മലൊക്കെ ഇട്ട്, കാരണം നമ്മൾ ഇങ്ങനെയാണല്ലോ ജീവിതത്തിൽ നടന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് മുടിയൊക്കെ പോയി നമ്മൾ പൊട്ടൊന്നും തൊടാതെ കണ്ണൊന്നും എഴുതാതിരിക്കാൻ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമാവും. അപ്പം നമ്മൾ എങ്ങനെയാണോ, ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ക്യാൻസർ രോഗി ഉണ്ടെങ്കിൽ അവരെ എത്രത്തോളം നമ്മൾ സന്തോഷിപ്പിക്കുക അത്രത്തോളം നമ്മൾ സന്തോഷിപ്പിക്കണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നെപ്പോലെ ക്യാൻസർ രോഗികളായിട്ട് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ നമ്മൾ മനസ്സുകൊണ്ട് ഒരുപാട്, അവർക്ക് എന്താണോ സന്തോഷം തോന്നുന്നത്, അല്ല ഒരു പാട്ട് കേൾക്കാനാണെങ്കിലും ഇപ്പൊ ഒന്ന് പൊട്ടുതൊടാനാണല്ലോ, അവർക്ക് സന്തോഷിക്കാനാണല്ലോ, അവരെ സന്തോഷിപ്പിക്കുക. അതാണ് അവർക്ക് രോഗത്തിന്റെ പകുതി ആശ്വാസം കിട്ടുന്ന അതാണ്. പിന്നെ എന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. ഒത്തിരി നല്ല ആളുകൾ എന്നെ കാണാനും വന്നിട്ടുണ്ട്. ഇൻഫെക്ഷന്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല, കീമോ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് വയ്യാണ്ടാവും. അന്ന് ഞാൻ കിടന്നുകൊണ്ടാണ് ICU പോകുന്നതിന്റെ തലേന്നൊരു വീഡിയോ ഇട്ടു. അതെടുത്തിട്ട് പിറ്റേന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ അതിനും കുറ്റം. അപ്പൊ ഞാൻ എഴുന്നേക്കാൻ പാടില്ല, ഞാൻ എപ്പോഴും കിടന്നെങ്കിൽ ഞാൻ ഡെഡ് ബോഡി ആകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കിപ്പം മനസ്സിലായി. കാരണം എന്ത് വീഡിയോ ഇട്ടാലും അല്ലെ അവൾ ക്യാൻസർ രോഗിയല്ലേ, അവളൊന്നും സന്തോഷിക്കട്ടെ എന്നല്ല പറയുന്നത്, അവൾ എന്താണ് മരിക്കാത്തതെന്നാണ്
ഓർത്തിരിക്കുന്നത്. അപ്പോൾ അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. മനുഷ്യരാണ് നമ്മൾ, എപ്പം വേണമെങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷെ ഉള്ള കാലത്ത് നമ്മൾ ആരും ദ്രോഹിക്കാതെ സന്തോഷത്തോടുകൂടെ ജീവിക്കുക. ഒരുപാട് ജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പം എനിക്ക് ക്യാൻസർ രോഗത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ഏത് ഷൂട്ടിനാണെങ്കിലും ഏത് പ്രോഗ്രാമിനാണെങ്കിലും ഇനി വേദി കിട്ടിയാൽ ഞാൻ അവിടെ പറയും എൻ്റെ ദൈവം അല്ലെ കർത്താവ് എന്നെ രക്ഷിച്ചെടുത്തു എന്ന്. പിന്നെ പുറത്തോട്ട് വല്ലതും എനിക്ക് മിഷണറിയായിട്ട് പോകാൻ വല്ല അവസരം ഉണ്ടായാൽ ഞാൻ ചെന്ന് പറയും എനിക്കിപ്പോൾ പ്രോഗ്രാമാണ്, ഞാൻ എവിടെ പോയാലും ദൈവം എന്നെ വിടുവിച്ചെന്ന് പറഞ്ഞിട്ടേ ഞാനത് തുടങ്ങത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം മനസ്സിലായല്ലോ എല്ലാവർക്കും. പിന്നെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വന്നത് വെച്ചാൽ ഞാനൊരു നീക്കം പറഞ്ഞു. അത് ആരുടെയാണോ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ നീക്കം എന്നെ വളരെ ഗൈസ് നിങ്ങൾ കേട്ടല്ലോ, ഇതാണ് നമ്മുടെ രേണുവിനും അതുപോലെ തന്നെ നമ്മുടെ ബിഷപ്പിനും പറയാനായിട്ടുള്ള കാര്യം. ബിഷപ്പ് എന്തായാലും വീണ്ടും നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് ബിഷപ്പിന്റെ കാര്യങ്ങൾ, അതായത് ബിഷപ്പ് രാഹുലിനെ 2 പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതായത് കിച്ചുവിനെ 2 പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ. സോഷ്യൽ മീഡിയയാണ് അച്ഛനെയും അതായത് ബിഷപ്പിനെയും അതുപോലെ തന്നെ രാഹുലിനെയും തമ്മിൽ അടുപ്പിച്ചത്. സോഷ്യൽ മീഡിയ ആയിരുന്നു. അപ്പൊ കുറച്ച് ദിവസം മുന്നേ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയാണ് എന്നെ രേണുവിനെയും തമ്മിൽ അടുപ്പിച്ചത്, അല്ലാതെ ഞങ്ങൾ തമ്മിൽ പേഴ്സണലി ഒരു പ്രശ്നവും ഇല്ല. സോ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിലപാടില്ലാത്തൊരു, അതായത് നമ്മുടെ അഖിൽമാരാറാണ് നിലപാടില്ലാത്തൊരു വ്യക്തി. പക്ഷെ എനിക്ക് ഇപ്പൊ ഈ ഒരു വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം, ഈ ലോകത്ത് ഒട്ടും നിലപാടില്ലാത്തൊരു വ്യക്തി ഈ ഒരു അച്ഛൻ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് വന്നിട്ട് ഒന്ന് പറയുന്നു, പിറ്റേ ദിവസം അതിനോട് യോജിക്കാത്ത ഏതോ ഒരു കാര്യം പറഞ്ഞു. ആൻഡ് ഫൈനലി ഇതെല്ലാം സോഷ്യൽ മീഡിയയുടെ തലയിലേക്ക് ഇപ്പൊ രേണു ആണെങ്കിലും ബിഷപ്പാണെങ്കിലും കെട്ടിവെച്ചിട്ടുണ്ട്. രേണുവും പറഞ്ഞു സോഷ്യൽ മീഡിയ ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ഒത്തോണ്ടാന്ന് തോന്നുന്നു. സോഷ്യൽ മീഡിയ ആണ്, സോഷ്യൽ മീഡിയ അല്ലല്ലോ പിന്നെ വന്ന് പറഞ്ഞത് ബിഷപ്പല്ല ബിഷപ്പാമ്പാണെന്ന് വന്ന് പറഞ്ഞത് ആരാ? സോഷ്യൽ മീഡിയ ആണോ? എന്നിട്ട് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അച്ഛൻ ഈ ഒരു വീട് തന്നതിന് പുള്ളി കുറെ കേട്ടു, അല്ലെങ്കിൽ വീട് കൊടുത്തതിന് ഇത്രയധികം കേട്ടു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആര് കാരണമാണ് കേട്ടത്? അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം കൊടുത്തത് ആര് കാരണമാണ് കേട്ടത്? സോഷ്യൽ മീഡിയ വന്ന് പറയുമായിരുന്നോ വീട് കൊടുത്തത് അങ്ങനത്തെ സ്ഥലമായതുകൊണ്ടാണ്, വണ്ടി വരാത്ത സ്ഥലമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, വില കിട്ടാൻ വേണ്ടി തന്നാണ്? സോഷ്യൽ മീഡിയ ആണോ പറഞ്ഞ? അല്ല, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളാണ് പറഞ്ഞത്. സോ നിങ്ങൾ പറഞ്ഞപ്പോൾ അത് കേൾക്കുന്ന ആൾക്കാർക്ക് പല അഭിപ്രായങ്ങളുണ്ട്. സോ അവർ അതിന്റെ അഭിപ്രായം പറയും. ഇന്ന് ഓരോ സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോഴും വിമർശിക്കാൻ ഇത്രയധികം ആൾക്കാരുണ്ടായിട്ട് പോലും നമുക്ക് എന്തൊക്കെ കണ്ടന്റുകളാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ വിമർശിക്കാൻ ആളുകളില്ലെങ്കിൽ കുറച്ച് ആൾക്കാരെങ്കിലും പേടിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാർ ഉണ്ടല്ലോ, ഇതൊക്കെ എടുത്തിട്ട് എന്നെ ഒന്ന് അലക്കും എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുന്ന 1-2 ആൾക്കാരെങ്കിലും ഉണ്ടല്ലോ. അപ്പൊ അവരും കൂടെ ഈ റിയാക്ട് ചെയ്യുന്നവരില്ലെങ്കിൽ അവരും കൂടെ വന്ന് സോഷ്യൽ മീഡിയയിൽ നല്ല അടിപൊളി കണ്ടന്റുകളൊക്കെ അങ്ങ് ഇട്ടിട്ട് പോകും. സോ റിയാക്ട് ചെയ്യുന്നവർ വേണം. ഈവൻ ഞാനാണെങ്കിൽ പോലും നാളെ ഒരു കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് നെഗറ്റീവ് വന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യാനും പോസിറ്റീവ് വന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യാനും ഞാൻ റെഡിയാണ്. സോ വരും. നമ്മളിപ്പോൾ ഓരോ കണ്ടന്റ് ഇടുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ ഒരു വീഡിയോയ്ക്ക് തന്നെ ഇഷ്ടപ്പെടാത്തവര് കമന്റ് ചെയ്യാം. എനിക്കും കാണണം എൻ്റെ വീഡിയോയിൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്നെ വിമർശിക്കാം. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എന്താണോ അത് കമന്റ് ആയിട്ട് എഴുതിയിടുക. ഓക്കെ, നമുക്കത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, രേണു ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട് ഞാൻ ആർക്കും കൊടുക്കത്തില്ല, റിതപ്പനെ ഞാൻ ആർക്കും കൊടുക്കത്തില്ല. ഇപ്പം ആക്ച്വലി റിതപ്പനെ വെച്ചിട്ടുള്ള കളിയാണ്. ഇപ്പം സുധിച്ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് നിർത്തി. ഇപ്പം രോഗത്തെക്കുറിച്ചും അതുപോലെ തന്നെ റിതപ്പനെയും കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സുധി എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ, അല്ലെങ്കിൽ സുധി എന്ന് പറയുന്ന ഒരു പേരിൽ നിന്ന് നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന മാക്സിമം നേടിയെടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത ഇതെന്ന് പറയുന്നത് റിതപ്പനെ വെച്ചിട്ട് കളിക്കാന്നാണ് രേണു വിചാരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ അധികം ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഈ രേണുവിന് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സംശയമൊക്കെ ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോയിൽ. അതിനൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. എന്തായാലും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സെർച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ എന്തായാലും സൂൺ ഞങ്ങൾ ആ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുക, ഇങ്ങനത്തെ മനുഷ്യരൊക്കെ ഉണ്ടോ എന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. കാരണം ഈ ഒരു അസുഖം വന്നിട്ട് പോലും ഒരു ലൈഫിനെ കുറിച്ചൊരു തിരിച്ചറിവില്ല. ഇപ്പം ഇവർക്ക് അസുഖമുണ്ടെങ്കിൽ ലൈഫിനെ കുറിച്ച് ഒരു തിരിച്ചറിവില്ലാത്തൊരു വ്യക്തിയായി പോയല്ലോ. ഓഫ് കോഴ്സ് ഞാൻ ഇവിടെ 100% പറയുന്നു, രേണു അസുഖം മാറിക്കഴിഞ്ഞാൽ ഇന്ന് എന്ത് ഇതാണോ അതിൻ്റെ ഒരു 100x ആയിട്ട് 100x പുള്ളിക്കാരി സോഷ്യൽ മീഡിയ വന്നിട്ട് വരവും. അത് 100% ഉറപ്പാണ്. ഓക്കെ, ഇന്ന് ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്കാരെ കുറെ നന്ദി പറയുന്നു. ആക്ച്വലി ഈ ആൾക്കാരെ തന്നെയല്ലേ തെറി പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾക്ക്
എത്രയധികം സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാതെ ചുമ്മാ ആ കുട്ടിയുടെ ലൈഫ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞ് ഇതാക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ജൂഹിജാൻ പറഞ്ഞതുപോലെ സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളത് പറയുക, അല്ലെങ്കിൽ അവിടെ പോയി എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ പറയുക. നിങ്ങൾ ഒരു നല്ല സ്ത്രീയല്ല, ഒരിക്കലും ഒരു നല്ല സ്ത്രീയല്ല, നല്ല അമ്മയല്ല, ഒന്നുമല്ല. നിങ്ങൾക്ക് ആവുന്ന കാലത്ത് ആ കുട്ടീനെ ഒന്ന് കൊഞ്ചിക്കുന്നോ അല്ലെങ്കിൽ അടുത്ത് പിടിച്ച് വയ്ക്കുന്നതോ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. കുറച്ച് റീച്ച് കുറയുമ്പം സുധിച്ചേട്ടൻ്റെ ഫോട്ടോ, ഋതപ്പനെ കൂടെ ഇരുത്തിയുള്ള ഫോട്ടോ, കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങ് വരും. അപ്പം റീച്ച് കിട്ടിക്കഴിയുമ്പോൾ ഇതൊന്നും നോക്കത്തില്ല. സോ ഇപ്പോഴത്തെ ഒരു അടവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഋതപ്പനും അതുപോലെ തന്നെ ഈ ഒരു ക്യാൻസറിനെ നിങ്ങൾ വിറ്റ് കാശാക്കുക തന്നെയാണ് ചെയ്യുന്നത്. സോ ഇപ്പം എന്നോട് കുറേ ആൾക്കാർ ചോദിക്കുമായിരിക്കും, നിങ്ങളും വിറ്റ് കാശാക്കുകയല്ലേ ചെയ്യുന്നതെന്ന്. നമുക്ക് കണ്ടന്റ് ഇട്ട് തരുന്നത് കൊണ്ടാണ്. അവർ പോസിറ്റീവായിട്ടുള്ള കുറച്ച് കണ്ടന്റുകളും കാര്യങ്ങളും അവർക്ക് വയ്യാന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എത്രത്തോളം നാൾ ഇവിടെ എന്താ പറയുക, രേണുസുതി മാത്രമല്ല ഇഷ്ടംപോലെ കണ്ടന്റുകളുണ്ട്, അതെടുത്ത് നമുക്ക് റിയാക്ട് ചെയ്യാം. സോ ഇവർ സോഷ്യൽ മീഡിയയിലേക്ക് നെഗറ്റീവ് കണ്ടന്റ് ഷെയർ ചെയ്യുമ്പോൾ ഞങ്ങളത് റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും. സോ എന്തായാലും നാണമില്ല സ്ത്രീയെ മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഒരുപാട് എണ്ണങ്ങൾ ഇപ്പം ഈ വീഡിയോയ്ക്ക് കുറേ എണ്ണങ്ങൾ കുറേ സപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് കമന്റുകളും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളൊക്കെ ചോറല്ലേ ഉണ്ടെന്നത്? ഇൻഡയറക്ട്ലി കിച്ചു വേണ്ടി കുത്തുന്നു. ഇതിനു മുന്നേ ഋതപ്പനെ വെച്ചിട്ട് ഒരു കാര്യങ്ങളോ പറയുകയോ മറ്റോ മറിച്ചോ ഒന്നും ചെയ്തിട്ടില്ല. സുധിച്ചേട്ടനായിരുന്നു. ഇപ്പൊ സുധിച്ചേട്ടന്റെ ആ ഒരു കാലം കഴിഞ്ഞപ്പം ഋതപ്പനെ അങ്ങ് കയറ്റിപ്പിടിച്ചു, കിച്ചുവിനെ അങ്ങ് നെഗറ്റീവ് എടുപ്പിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി. കാരണം വീട് സ്വന്തമായിട്ട് എടുക്കണം, ഋതപ്പനാകുമ്പോൾ അങ്ങ് കിട്ടുമല്ലോ. അപ്പം കിച്ചു ഇപ്പോൾ ഒരു പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, അടിപൊളി സോങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ആക്ച്വലി ഞാൻ അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റ് അടിക്കും ഗൈസ്. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാവ് മുകളിലുണ്ട്, ഓഫ്കോഴ്സ് മുകളിലുണ്ട്, സുധിച്ചേട്ടൻ്റെ ആത്മാവുണ്ട്. അതെന്തായാലും രേണുവിനോട് ചോദിക്കാതിരിക്കത്തില്ല. കാരണം സുധിച്ചേട്ടൻ പോയപ്പോൾ ആ 2 മക്കളെയും കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത്. പക്ഷെ നിങ്ങൾ ആ കുട്ടീനെ കൊത്തി കീറുകയാണ് ശ്രമിച്ചത്. അപ്പൊ നിങ്ങൾ അതെന്തായാലും ഒരിക്കലെങ്കിലും ദൈവത്തിന്റെ കോടതിയിൽ നിങ്ങൾക്ക് അതിന് ഉത്തരം പറയേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് പങ്കുണ്ടെങ്കിൽ ദൈവത്തിന്റെ കോടതിയിൽ, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കോടതിയിൽ നിങ്ങൾക്ക് ഓഫ്കോഴ്സ് നിങ്ങൾക്ക് അതിന് ഉത്തരം പറയേണ്ടതായിട്ട് വരും രേണു. സോ എനിക്കും അതാണ് പറയാനുള്ളത്. കുറച്ചെങ്കിലുമൊക്കെ നന്നാവും. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നൊന്നും ഒരു രീതിയിലെങ്കിലും നിങ്ങൾ വീണ്ടും ആ ഒരു പഴയ രേണു തന്നെയാണ്. ഒരിക്കലും എന്ത് വന്നെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഈ സ്വഭാവം ഒരിക്കലും മാറാൻ പോകുന്നില്ല. സോ എന്താ പറയാ, അന്ന് ബിഷപ്പിനെ വിശപ്പാമ്പെന്ന് വിളിച്ചെന്ന ആളൊരു പ്രീസ്റ്റാണ്, ആളൊരു എന്തോ ആണ്, ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്ന ആളാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ നാക്കുകൊണ്ട് തന്നെയാണല്ലോ പണ്ട് അങ്ങനെ പറഞ്ഞത് അല്ലേ? ഇവരോട് ഒരു സിമ്പതിയോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളോ തോന്നുന്നില്ല. ഇതിനു മുന്നേ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു, സിമ്പതിയും കാര്യങ്ങളും ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു രീതിയിലും തോന്നുന്നില്ല. കാരണം നിങ്ങളുടെ സ്വന്തം മകനായിട്ട് കരുതേണ്ട അവനെ നിങ്ങൾ പിച്ച് കീറുകയാണ്. ഓഫ്കോഴ്സ് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. അപ്പൊ ഗൈസ്, എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അപ്പോൾ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഈ വീഡിയോയിലും ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ എന്തായാലും കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സോ സൂൺ ആ വീഡിയോസൊക്കെ ഔട്ട് ആവുന്നതാണ്. സോ അതുവരെയും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ഗൈസ്.